ഹലോ എവ്രി വൺ. ഇന്ന് സ്ട്രക്ചറൽ ഡിസൈൻ 2-ലെ മൊഡ്യൂൾ 4 റൂഫ് ട്രസ്സസിലെ ഒരു ലാസ്റ്റ് ക്ലാസ് ആണ്. ഡിസൈൻ ഓഫ് ആംഗിൾ പർലിൻസ് ആണ് ടോപ്പിക്. അപ്പോൾ IS 800-2007 ആക്ച്വലി ആംഗിൾ പർലിൻസിന് ബയാക്സിയൽ ബെൻഡിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ബീം ഡിസൈൻ ആണ് ചെയ്യേണ്ടത്. അത് ബയാക്സിയൽ ബെൻഡിങ്, അതായത് രണ്ട് ആക്സിസിന് അബൌട്ട് ആയിട്ട് ബെൻഡ് ചെയ്യുമെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യാൻ. പക്ഷേ കുറച്ചുകൂടെ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡ് IS 800-1984 പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സിംപ്ലിഫൈഡ് മെത്തേഡ് വെച്ചാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് കോഡും അതുപോലെ തന്നെ ആംഗിൾ പർലിൻസിന് ഈ പറഞ്ഞ സിംപ്ലിഫൈഡ് മെത്തേഡ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇത് എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ലോഡ് ഉണ്ടല്ലോ, ലോഡ് വരുന്ന ആ ഒരു റൂഫ് ട്രസ്സിന്റെ മുകളിൽ വരുന്ന ആ ലോഡ്, അത് ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡ് പർലിൻ റെസിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ പാരലൽ ആയിട്ട് വരുന്ന ലോഡ് ഷീറ്റ് തന്നെ റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റൂഫ് സ്ലോപ്പ് 30 ഡിഗ്രിയേക്കാൾ കുറവായിട്ട് വരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ സിംപ്ലിഫൈഡ് മെത്തേഡ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആംഗിൾ പർലിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആംഗിളിന് 2 ലെഗുകൾ വരും. അപ്പൊ അതിൽ ഒരു ലെഗ് എന്തായാലും ആ ഒരു പറഞ്ഞ ഷീറ്റിന്, ഈ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റിന് പാരലൽ ആയിട്ട്, ഇപ്പൊ ഇവിടെ ഒരു ആംഗിൾ വെക്കുകയാണെങ്കിൽ ഒരു ലെഗ് ഷീറ്റിന് പാരലൽ ആയിട്ടും ഒരു ലെഗ് ഇങ്ങനെ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് പർലിൻ വെക്കാൻ പറ്റുക. അപ്പൊ ആ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ലെഗിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/45 ആയിരിക്കണം. അതുപോലെ തന്നെ ആ ലെഗ് പാരലൽ ടു ഷീറ്റിംഗ് ആയിട്ടുള്ള ലെഗിന്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് L/60യേക്കാളും ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. അപ്പോൾ പിന്നെ മാത്രമല്ല, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് നമ്മൾ എങ്ങനെ എടുക്കുന്ന വെച്ചാൽ അത് കണ്ടിന്യൂസ് പർലിൻ ആണെന്ന് ഉള്ള ആ ഒരു കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് പർലിൻ അല്ല. അപ്പൊ കണ്ടിന്യൂസ് പർലിൻ ആയതുകൊണ്ട് തന്നെ ബെൻഡിങ് മൊമെന്റ് എടുക്കേണ്ടത് WZ/L²/10, അതായത് WL²/10 എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഈ W എന്ന് പറയുന്ന ലോഡ്, WZ എന്ന് പറയുന്ന ലോഡ് എന്ന് വെച്ചാൽ അതായത് ഷീറ്റിന് നോർമൽ ആയിട്ട് വരുന്ന ലോഡാണ്. ഷീറ്റിന് നോർമൽ ആയിട്ട്, അതായത് ഷീറ്റ് ഞാൻ അവിടെ വരച്ചു, ഷീറ്റിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ, എന്നാലാണ് ഇത് ഷീറ്റിന് 90 ഡിഗ്രി ആവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ ലോഡിന്റെ കോമ്പണന്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിനെ നമുക്ക് യൂണിയാക്സിയൽ ബെൻഡിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. Z ആക്സിസിൽ ബെൻഡിങ്, അതുകൊണ്ടാണ് WZ എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി സ്പെസിഫിക്കേഷൻ, നമ്മൾ ഈ ലെഗ് സൈസ് ഫിക്സ് ചെയ്തല്ലോ ആംഗിളിന്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/45, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/60. അത് ആക്ച്വലി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡിഫ്ലക്ഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഡിഫ്ലക്ഷൻ ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വേറെ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇവിടെ ഇല്ല ഈ ഒരു മെത്തേഡിൽ. പക്ഷെ ഈ മെത്തേഡ് IS 800-2007 ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് റൂഫ് സ്ലോപ്പ് 30-നേക്കാൾ കുറവ്, അതുപോലെ നമുക്ക് വിഡ്ത്ത് ഓഫ് ആംഗിൾ ലെഗ് പെർപെൻഡിക്കുലർ ടു ഷീറ്റിംഗ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/45, വിഡ്ത്ത് ഓഫ് ആംഗിൾ ലെഗ് പാരലൽ ടു ഷീറ്റിംഗ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/60, ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തു വരികയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ കേസിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഇപ്പൊ തൽക്കാലം പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഡിസൈൻ ആംഗിൾ പർലിൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ ബൈ സിംപ്ലിഫൈഡ് മെത്തേഡ്. സിംപ്ലിഫൈഡ് മെത്തേഡ് ഉപയോഗിച്ച് ആംഗിൾ പർലിൻ ഡിസൈൻ ചെയ്യാനാണ് ചോദ്യം. കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സ്പേസിംഗ് ഓഫ് ട്രസ് 3.5 മീറ്റർ, സ്പേസിംഗ് ഓഫ് പർലിൻ 1.6 മീറ്റർ. ഇനി AC ഷീറ്റിന്റെ വെയിറ്റ്, അസ്ബറ്റോസ് സിമന്റ് ഷീറ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.205 kN/m² ആണ്. ലൈവ് ലോഡ് 0.6 kN/m². വിൻ ലോഡ് 1 kN/m² സക്ഷൻ ആണ്. പിന്നെ ഇൻക്ലിനേഷൻ ഓഫ് മെയിൻ റാഫ്റ്റർ ഓഫ് ട്രസ്, അത് തന്നെയാണ് റൂഫ് ആംഗിൾ, അത് 21 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയേക്കാൾ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ആദ്യം ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ട്രയൽ സെക്ഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് എങ്ങനെയാണ്, വിഡ്ത്ത് ഓഫ് ആംഗിൾ ലെഗ് പെർപെൻഡിക്കുലർ ടു ഷീറ്റിംഗിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലെഗ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/45, അങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ അതിന്റെ ലിമിറ്റ് എന്താണ്? L/45 ആണ് അതിന്റെ ലിമിറ്റ്. അപ്പൊ നമ്മൾ ഈക്വൽ ടു L/45 എന്ന് പറഞ്ഞ് കണ്ടീഷൻ എടുക്കണം. അതാണ് മിനിമം വേണ്ടത്. അപ്പോൾ അത്രയും ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ ഇവിടെ ഈ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ
ഈ എൽ എന്താണെന്ന് വെച്ചാൽ സ്പേസിംഗ് ഓഫ് ട്രസ് ആണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എൽ സ്പാൻ അല്ല, സ്പേസിംഗ് ഓഫ് ട്രസ് ആണ് എൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് ഇവിടെ പറയുന്നുണ്ട് എൽ ഇസ് ദ സ്പേസിംഗ് ഓഫ് ട്രസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് L/45, അപ്പൊ എൽ സ്പേസിംഗ് ഓഫ് ട്രസ് 3.5 മീറ്റർ ആണ്. അപ്പൊ 3500 mm ബൈ 45 എന്ന് പറഞ്ഞാൽ 78 mm എങ്കിലും വേണം ആംഗിൾ ലെഗ് പെർപെൻഡിക്കുലർ ടു ഷീറ്റിംഗ്. അപ്പോൾ ഈ 78 mm എങ്കിലും എന്നുള്ളത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ആംഗിൾ സെക്ഷന്റെ ഒരു ഇത് ചൂസ് ചെയ്യണമല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു 90 mm എടുക്കുകയാണ്. 90 mm-ലേക്ക് 78-ന് റൗണ്ട് അപ്പ് ചെയ്യാണ്. നമ്മൾ പാരലൽ ടു ഷീറ്റിംഗ് വരുന്ന ലെഗിന്റെ ആ ഒരു ഡയമെൻഷൻ കൂടെ നോക്കാം. അപ്പൊ അത് L/60, അതായത് സ്പേസിംഗ് ഓഫ് ട്രസ് ബൈ 60 ആണ്, അതായത് 3500/60. അപ്പൊ 58.3 mm എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെന്താ ഇതുപോലെ മിനിമം ലെങ്ത് ആണ്. ഇതോ ഇതിൽ കൂടുതലോ ആവാം എന്നാണ് പറയുന്നത് കണ്ടീഷൻ. അപ്പൊ ഇതിനെ നമുക്ക് ഒരു 60-ലേക്ക് അസ്യൂം ചെയ്യാം, റൗണ്ട് അപ്പ് ചെയ്യാം. ഇതിനെ ഞാൻ 90-ലേക്കും 60-ലേക്കും, അപ്പൊ 90/60 എന്നുള്ള ഒരു ആംഗിള് നമുക്ക് അൺഈക്വൽ ആംഗിൾസിന്റെ സെക്ഷൻസിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഒരു സെക്ഷൻ ചൂസ് ചെയ്യാം, 90/60/6 mm എന്ന് വെച്ചിട്ടൊരു ആംഗിൾ ചൂസ് ചെയ്യാം. ഇതൊരു ട്രയൽ സെക്ഷൻ മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എങ്ങനെ റൗണ്ട് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെക്ഷൻ. ഏത് സെക്ഷൻ ആണെങ്കിലും ലാസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആയാൽ മതി. അതായത് ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കും, അത് ബെൻഡിങ് സ്ട്രെങ്ത്തും കണ്ടുപിടിക്കും. അതായത് ഈ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാന്ന് നോക്കും, ആ ഒരു സെക്ഷന്റെ ബെൻഡിങ് സ്ട്രെങ്ത്തും നോക്കും. സെക്ഷന്റെ ബെൻഡിങ് സ്ട്രെങ്ത് എപ്പോഴും കൂടി നിൽക്കണം ഈ വരുന്ന ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റിനേക്കാൾ. അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സെക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇനി ലോഡുകൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. വെയിറ്റ് ഓഫ് AC ഷീറ്റ്, അതായത് ഇത് ഡെഡ് ലോഡാണ്. അപ്പൊ അത് 0.205 kN/m² എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും ഒരു പെർ ഏരിയ ആണ് ലോഡ്. ഒരു ഏരിയയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ലോഡാണ്. അപ്പൊ നമുക്കതിനെ UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാക്കി മാറ്റണം. അതായത് പെർ മീറ്റർ, ലോഡ് പെർ മീറ്റർ. UDL നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഒരു ബീം പോകുന്നുണ്ട്, അതിന്റെ മുകളിൽ ഇങ്ങനെ UDL നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അതായത് ഒരു ലെങ്ത്തിൽ ആക്ച്വലി അത് എങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോഡാണ്. അപ്പോൾ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്കണേ നിങ്ങൾ എന്താ ചെയ്യാറ്, ഈ ആ ഒരു ലോഡിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ, അതിനെ മൾട്ടിപ്ലൈഡ് ബൈ ഏത് ലെങ്ത്തിലാണോ അത് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ നിങ്ങൾ സാധാരണ ചെയ്യാറ്. UDL-നെ പോയിന്റ് ലോഡ് ആക്കണാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഈ ലെങ്ത്തിന്റെ പകുതിയിൽ ഒറ്റ കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ ആയി വരും. അതേപോലെ തന്നെയാണ് ഏരിയ ലോഡിനെ UDL ആക്കാനായിട്ടും. അപ്പോ നമുക്ക് ഇത് പെർ മീറ്റർ സ്ക്വയറിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ നമുക്ക് UDL ആക്കി മാറ്റണം. പർലിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാക്കി മാറ്റണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഞാനൊരു ഇങ്ങനെ ആദ്യം ഇപ്പോ ഞാനൊരു സിമ്പിൾ കേസ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് പൊതുവെ ഈ ഒരു ലോഡിനെ UDL ആക്കി മാറ്റുക എന്നുള്ളത് ആദ്യം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. എന്നിട്ട് നമുക്കത് ഒരു റൂഫിന്റെ ഷീറ്റ് പോർഷൻ എടുത്തിട്ട് കാണിക്കാം. ഇത് തൽക്കാലം ഒരു റൂഫ് ഷീറ്റ് തന്നെയാന്ന് അസ്യൂം ചെയ്തോളൂ, റൂഫിന്റെ ഒരു സൈഡാന്ന് വിചാരിച്ചോ. അപ്പൊ ഇതില് പർലിൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ ഈ ബ്ലാക്ക് ലൈൻസ് ആണ്. ബ്ലാക്ക് ലൈൻസ് ഇതിൽ ഒരു ബ്ലാക്ക് ലൈൻ ഞാൻ പച്ചയാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പർലിൻസ്. ഇപ്പൊ ഇത് ട്രസ്സസ് നീലയാന്ന് വിചാരിച്ചോ, ട്രസ്സസ് ഓരോ ട്രസ്സും, അതായത് ഇത് സ്പേസിംഗ് ഓഫ് ട്രസ് ആയിരിക്കും. ഇവിടെ ഇത് സ്പേസിംഗ് ഓഫ് പർലിൻസ് ആയിരിക്കും. ഓക്കെ, സ്പേസിംഗ് ഓഫ് ട്രസ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ എല്ലാം എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ എനിക്കിതില് ഈ ഒരു ഞാൻ പച്ചയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പർലിനിലേക്ക് ഞാൻ ഈ ഒരു ഏരിയ ലോഡിന് 0.205 kN/m², അതായത് ഇതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന ലോഡിനെ അങ്ങനെ ഓരോ പർലിനിലേക്കും ആക്കാൻ പോവുകയാണ്. അപ്പോ രണ്ട് പർലിനുകളുടെ ഇടയ്ക്കുള്ള സ്പേസ് S ആണ്. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഇതിനൊരു രണ്ട് പർലിനുകളുടെ ഇടയിൽ ഞാനൊരു സെന്റർ ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക. അവിടെ ഒരു സെന്റർ ലൈൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ S എന്ന് പറയുന്നത് 2S/2 ആയിട്ട് സ്പ്ലിറ്റ് ആവും അല്ലെ. അതുപോലെ ഇപ്പുറത്തും രണ്ട് പർലിനുകളുടെ ഇടയിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു സെന്റർ ലൈൻ കൊണ്ടുവരികയാണെങ്കിൽ S/2 എന്ന് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ്, അപ്പൊ രണ്ട് സെന്റർ ലൈനുകളുടെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു ഡയമെൻഷൻ എത്രയായിരിക്കും, ഈ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ S/2 പ്ലസ് S/2 ആയിരിക്കും, അത് S ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ
ഓരോ പർലിനുമ്മലേക്കും ഈ പറഞ്ഞ ഒരു പർലിന്റെ ഈ ഒരു സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് ലോഡ് ഇതുമ്മലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഏരിയ ലോഡിനെ ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഏരിയ ലോഡ് എന്തായി മാറും? ഒരു പർലിനുമ മാത്രം ആക്ട് ചെയ്യപ്പെടുന്ന പെർ മീറ്റർ ലോഡ്, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിട്ട് മാറും. ഇത് ഏത് ഇങ്ങനത്തെ ഒരു മെമ്പർ എടുക്കുകയാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അതായത് അതിന് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അതിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഈക്വൽ സ്പേസിങ് എടുക്കുക. അപ്പൊ ടോട്ടൽ സ്പേസിംഗ് എന്ന് പറഞ്ഞത് ഈ മെമ്പേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് തന്നെയായിട്ട് വരും. ബൈ ടു ആഡ് ചെയ്ത് വരുമ്പോൾ 1 ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ മെമ്പർമിലേക്കും ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് പെർ മീറ്റർ ആവും. കാരണം പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു, അതിനെ നമ്മൾ ഈ പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു മെമ്പർമിലേക്കുള്ള എന്താണ് ലോഡ് പെർ മീറ്റർ ആയി. ഇനി നിങ്ങൾക്ക് ട്രസ്സുകളുടെ കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആ ഒരു വിൻഡ് പ്രഷർ ഒക്കെ കണ്ടപ്പോൾ പെർ മീറ്റർ സ്ക്വയറിൽ ആൻസർ കിട്ടി. അതിനെ നമ്മൾക്ക് ലോഡാക്കി, അതായത് കിലോ ന്യൂട്ടൺ ആക്കി മാറ്റണം എന്ന് ചോദിക്കുക. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ കിലോ ന്യൂട്ടൺ ആക്കി മാറ്റണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു എന്നും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. അതായത് ട്രസ്സിൽ ലോഡ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ പോയിന്റ്സിലാണ്, ജോയിന്റ്സിൽ. അപ്പൊ ഈ ഒരു ജോയിന്റിലേക്ക് ഇതിനൊരു കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആക്കണമായിരുന്നെങ്കിൽ ഏരിയ ലോഡിനെ എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക? ഇങ്ങനെ കറക്റ്റ് സെന്റർ ഇങ്ങനെ എടുക്കുന്നു. അതായത് ഇത് S/2 ആണ്. ഓക്കെ, ഇത് S/2, ഇതും S/2. അതേപോലെ തന്നെ ഇത് ഞാൻ എന്താ പറഞ്ഞത്? സ്പേസിംഗ് ഓഫ് ട്രസ് ആണ്. സ്പേസിംഗ് ഓഫ് ട്രസിന്റെ പകുതിക്കെന്നാണ് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് L/2. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും എന്താണ്? L/2 ആണ്. അപ്പോ ഒരു ലോഡ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, എഫ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ലോഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു പോയിന്റ് ലോഡ് ആക്ടിങ് ഓൺ ദിസ് പെർട്ടിക്കുലർ ജോയിന്റ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫ് പെർ മീറ്റർ സ്ക്വയറിനെ എന്തുകൊണ്ട് ചെയ്താൽ മതി? ഈ L/2 പ്ലസ് L/2 ആഡ് ചെയ്താൽ എന്താണ്? L ആണ്. അതുപോലെ തന്നെ ഇവിടെ S/2 പ്ലസ് S/2 ആഡ് ചെയ്താൽ എന്താണ്? S ആണ്. അപ്പോ ഫോഴ്സ് പെർ മീറ്റർ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടെ സ്പേസിംഗ് ഓഫ് ട്രസ്. L എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേസിംഗ് ഓഫ് ട്രസും S എന്ന് പറഞ്ഞാൽ സ്പേസിംഗ് ഓഫ് പർലിനും ആണ്. അപ്പൊ അതായത് ഈ രണ്ട് ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു കോൺസെൻട്രേറ്റഡ് ലോഡാക്കി മാറ്റാനും പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ലോഡിനെ എന്താക്കി മാറ്റുന്നത്? ആ ഒരു ഇപ്പോ ഏരിയ ലോഡിനെ പെർ മീറ്റർ ലോഡാക്കാനായിട്ട് നമ്മൾ ചെയ്തത് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഈ S/2 എന്ന് പറഞ്ഞാൽ S അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാക്കി. ഇനി അതേപോലെ അതിനെ കോൺസെൻട്രേറ്റഡ് ആക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ ഡയമെൻഷൻ പകുതി ഇങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ലോഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒരു പ്ലാൻ പോലെയാണ് കാണിച്ചത്, പക്ഷെ റൂഫിലാവുമ്പോൾ ഇത് സ്ലോപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇതിനെ ഇങ്ങനെ പ്രോപ്പർ പ്ലാൻ ആയിട്ട് കാണിച്ചത്. ഇനി നമുക്കതിനെ ഈ ഒരു ട്രസ്സിലേക്ക് കൊണ്ടുവരാം. അതായത് നമ്മുടെ ഡെഡ് ലോഡ് 0.205 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതിനെ UDL ഓവർ പർലിൻ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞോണം ഞാൻ ഇപ്പോൾ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പർലിനുകളുടെ ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നതാണ് ആക്ച്വലി S എന്ന് വെച്ചാൽ. ഈ ഒരു സ്പേസിംഗിനെയാണ് S എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും S/2 വീതം എടുത്തു. ഈ ഒരു S/2ഉം ഈ കുത്തിൽ നിന്ന് പർലിനിലേക്കുള്ള ദൂരം, ഇപ്പുറത്തെ കുത്തിൽ നിന്ന് പർലിനിലേക്കുള്ള ദൂരം S/2. അപ്പൊ ടോട്ടൽ S ഡിസ്റ്റൻസ്, അതായത് S എന്ന് പറഞ്ഞാൽ സ്പേസിംഗ് ഓഫ് പർലിൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സ്പേസിംഗ് ഓഫ് പർലിൻ എത്രയാണ് തന്നിട്ടുള്ളത്? 1.6 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഡെഡ് ലോഡിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് UDL ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. AC ഷീറ്റിൽ നിന്നുള്ള ആ ഒരു UDL ഒരു പർലിനും ആക്ട് ചെയ്യുന്ന ഒരു UDL ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം പർലിനാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പർലിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡായിട്ടാണല്ലോ കിട്ടേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇനി ലൈവ് ലോഡ് എടുക്കാം. ലൈവ് ലോഡ് തന്നിട്ടുള്ളത് 0.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതുപോലെ ലൈവ് ലോഡ് ഓൺ പർലിനുമലേക്ക് നമ്മൾ അതിനെ UDL ആക്കി മാറ്റുകയാണ്. അപ്പൊ പർലിൻ സ്പേസിംഗ് ആയ S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ 0.6 × 1.6 അപ്പൊ 0.96 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ പർലിനുമ വരുന്ന ടോട്ടൽ വെർട്ടിക്കൽ ലോഡ് ഇപ്പൊ എത്രയാണ്? ലോഡ് പെർ മീറ്റർ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണ്. നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യാം. നേരത്തെ കണ്ടുപിടിച്ച ഡെഡ് ലോഡും ഇപ്പൊ കിട്ടിയ ലൈവ് ലോഡും. ഇത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്.
രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1.288 kN/m എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഫാക്ടേർഡ് ലോഡ് ആക്കണം. അപ്പൊ നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത്രയും എക്സാമ്പിൾസിലൊക്കെ ബീം ഡിസൈനിലൊക്കെ ചെയ്തതാണ്. ഫാക്ടേർഡ് ആക്കാൻ വേണ്ടി 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കോമ്പിനേഷൻ 1.932 kN/m എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇത് വെർട്ടിക്കൽ ലോഡാണ്. വെർട്ടിക്കൽ ലോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രസ്സും ഇത് ആക്ച്വലി ആക്ട് ചെയ്യുന്നത് നേരെ കുത്തനെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ അതായത് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിനും ആ സ്ലോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല, നേരെ വെർട്ടിക്കൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന ആ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ നേരെ വെർട്ടിക്കൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ പക്ഷെ നമുക്ക് ഈ സ്ലോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് നമുക്ക് ലോഡ് കിട്ടേണ്ടത്. നേരത്തെ നമ്മുടെ അസംപ്ഷൻ അതായിരുന്നല്ലോ, സ്ലോപ്പിന് ഈ ഒരു റൂഫ് ഷീറ്റിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്താണ് ആക്ട് ചെയ്യുന്ന ലോഡിനെയാണ് പർലിൻ റെസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സിംപ്ലിഫൈഡ് മെത്തേഡിലെ അസംപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പുതിയ കോമ്പോണന്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വെർട്ടിക്കലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മുടെ റൂഫ് ആംഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. റൂഫ് ആംഗിൾ നമുക്ക് 21 ഡിഗ്രിയാണ്. അപ്പൊ റൂഫ് ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെയുള്ള ഒരു ആംഗിൾ ആണ്. ഇതാണ് റൂഫ് ആംഗിൾ. അപ്പൊ നമ്മുടെ കയ്യിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പോണന്റ് ഇങ്ങോട്ടേക്ക് ആ ഒരു ലോഡിന്റെ കോമ്പോണന്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ രണ്ട് മെമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 21 ആണെങ്കിൽ ആ രണ്ട് മെമ്പേഴ്സിന് പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള ആംഗിളും അത് തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു മെമ്പറിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ്. അതുപോലെ ഈ ഒരു മെമ്പറിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ വരച്ചിട്ടുള്ള ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിളും 21 ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എക്സ് ആണെങ്കിൽ, ഈ ഒരു ലോഡ് എക്സ് ആണെങ്കിൽ എക്സ് കോസ് 21 ആയിരിക്കും ഈ ടിക്കിട്ട ആ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന അതിന്റെ കോമ്പോണന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡിനെ നമുക്ക് ഫാക്ടർ ഒക്കെ ചെയ്തിട്ട് അതിനെ കോസ് 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ടുന്ന ഡയറക്ഷനിൽ ഉള്ള കോമ്പോണന്റ് കിട്ടി 1.804 kN/m. ഇനി വിൻ ലോഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. വിൻ ലോഡ് പെർ മീറ്റർ സ്ക്വയർ 1 ആണെന്നാ തന്നിട്ടുള്ളത്. പർലിൻ സ്പേസിംഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതുപോലെ UDL ആക്കാൻ വേണ്ടി 1 × 1.6 ചെയ്യുമ്പോൾ 1.6 kN/m. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് കോമ്പിനേഷൻ എടുക്കണം. അതായത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡും ഇതുപോലെ ഫാക്ടേർഡ് കോമ്പോണന്റ് കണ്ടുപിടിച്ച് വെക്കണം. എന്നിട്ട് ഏത് കോമ്പിനേഷൻ ആണോ മാക്സിമം വരുന്നത് അതെടുത്തിട്ട് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വിൻഡ് ലോഡ് സക്ഷൻ ആണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് ആഡ് ചെയ്യാം. -1.6 kN/m ആണ് വിൻഡ് ലോഡ്. അതായത് അത് എന്താണ് സക്ഷൻ തിരിച്ച് അതായത് പിടിച്ച് വലിക്കുന്ന പോലത്തെ ഒരു ഇഫക്റ്റ് ആണ് സക്ഷൻ. അപ്പോൾ നമുക്ക് ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് ഇതുപോലെ ആഡ് ചെയ്യാം. അതിന് പക്ഷെ ഡെഡ് ലോഡ് നിങ്ങളുടെ കയ്യിലുള്ള അത് 0.328 നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. ആ 0.328 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, പ്യുവർലി വെർട്ടിക്കൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഡെഡ് ലോഡ്. അത് നമ്മൾ ഫാക്ടേർഡ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫാക്ടേർഡ് അല്ലാതെ ഡെഡ് ലോഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഡെഡ് ലോഡ് പക്ഷെ എന്താ പ്രശ്നം, ഡെഡ് ലോഡ് വെർട്ടിക്കൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ വിൻഡ് ലോഡ് ആക്ച്വലി ആക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ഡയറക്ഷനിൽ തന്നെയാണ്. അതായത് ഷീറ്റിന് ഇങ്ങനെയാണ് വിൻഡ് ലോഡ് ആക്ച്വലി ആക്ട് ചെയ്യുന്നത്, ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ വിൻഡ് ലോഡിനെ ഇനി കോസ് 21 ഒന്നും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ട. പക്ഷെ ഡെഡ് ലോഡ് വെർട്ടിക്കൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഡെഡ് ലോഡിനെ നമ്മൾ കോസ് 21 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഡെഡ് ലോഡിന്റെ കോമ്പോണന്റ് പെർപെൻഡിക്കുലർ ടു ഷീറ്റിംഗ് ആക്കാനായിട്ട് 0.328 × cos 21. അപ്പൊ 0.3062 kN/m. വിൻഡ് ലോഡ് എന്താ -1.6. അപ്പൊ ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 0.3062 - 1.6 ആണ്. പിന്നെ അതിനെ ഫാക്ടർ ചെയ്യാൻ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.94 kN/m ആണ് ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡിന്റെ കോമ്പിനേഷൻ. അതേസമയം ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് നമുക്ക് ഒന്നുകൂടെ ആ പഴയ സ്ലൈഡിൽ പോയി നോക്കാം. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് നിങ്ങൾക്ക് 1.804 kN/m ആണ്. ഫാക്ടേർഡ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണ് പെർപെൻഡിക്കുലർ ടു ഷീറ്റിംഗ് ആക്കി കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഇതിൽ ഏതാണ് വലുത്? നമുക്ക് വലുതായിട്ട് കിട്ടിയത് ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് കോമ്പിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് മാഗ്നിറ്റ്യൂഡിൽ വലുത്.
അതുകൊണ്ട് നമ്മൾ അതിനെ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വിൻഡ് ലോഡ് പെർപെൻഡിക്കുലർ ടു ഷീറ്റിംഗ് ആണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം ഇതുപോലെ നമ്മുടെ വിൻഡ് ലോഡ് നെഗറ്റീവും ആണ്. അപ്പൊ ഈ ഇവിടുന്ന് ഇങ്ങനെ വലിക്കുന്ന പോലെ അപ്പുറത്തേക്കാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ വാല്യൂസ് അല്ല, ഞാനത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ജോയിന്റ്സിലാണ് നമ്മൾ ഡ്രസ്സിന് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ജോയിന്റ്സിലേക്ക് ആക്കിയിട്ടില്ല, നമ്മൾ ഒരു പർലിനുമ്മല് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ലോഡ് പെർ മീറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു കാണിച്ചിട്ടുള്ളത് ആക്ച്വലി എന്താണ്, ജോയിന്റിലേക്ക് പർലിൻമെന്നും എന്താക്കി ജോയിന്റിലേക്ക് ലോഡിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഫോഴ്സിന്റെ യൂണിറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ ഇപ്പോൾ ഉള്ള ലോഡ് ഒരു പർലിനുമ ഫോഴ്സ് പെർ മീറ്ററിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഞാൻ കോമ്പോണന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതാണ് വെർട്ടിക്കൽ, ബ്ലാക്ക് കളറിൽ കാണുന്നത് ഡെഡ് ലോഡും ലൈവ് ലോഡും ആക്ട് ചെയ്യുന്ന ഡയറക്ഷനും, ബ്ലൂ കളറിൽ കാണുന്നത് വിൻ ലോഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനുമാണ്. അതിൽ നമുക്ക് ബ്ലൂവിലെ ഡയറക്ഷനിലേക്ക് എല്ലാ ലോഡ് കോമ്പോണന്റും എടുത്താലേ നമ്മുടെ ഈ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഇനി നമ്മൾ പർലിൻസ് കണ്ടിന്യൂസ് ആണ്, അതായത് പർലിൻസ് സിംപ്ലി സപ്പോർട്ടഡ് അല്ല, കണ്ടിന്യൂസ് ആണെന്നുള്ള അസംഷനിൽ ബെൻഡിങ് മൊമെന്റ് WL²/10 എന്ന് എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ WL²/10 ബെൻഡിങ് മൊമെന്റ്. അപ്പം നമ്മുടെ കോമ്പിനേഷൻ എന്തായിരുന്നു, 1.94 kN/m ആണ് നമ്മുടെ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് ആണ് വന്നത്. അപ്പൊ നമ്മൾ എല്ലാം എടുക്കുകയാണ്. അപ്പൊ L എന്തായിരുന്നു എന്നാ പറഞ്ഞത്, L എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസിംഗ് ഓഫ് ട്രസ് ആണ് L എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എടുക്കുകയാണ്. അപ്പൊ WL²/10 അപ്പോൾ 1.94 ആണ് നമ്മുടെ ലോഡ് കോമ്പിനേഷൻ ടോട്ടൽ വന്നത്, kN/m ഡെഡ് ലോഡ് പ്ലസ് വിൻ ലോഡ്. സ്പേസിംഗ് ഓഫ് ട്രസ് 3.5 ആണ്. സ്പേസിംഗ് ഓഫ് പർലിൻസ് ആണ് 1.6. WL²/10 ചെയ്യുമ്പോൾ നമുക്ക് 2.376 kN/m ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ സെക്ഷൻ 90/60/6 അല്ല എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു സെക്ഷന്റെ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു ബെൻഡിങ് മൊമെന്റിനേക്കാൾ കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ സേഫ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നമ്മള് എന്താണ്, ബീം ഡിസൈൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നോക്കണം. അപ്പൊ B/Tയും D/TW ഒക്കെ നോക്കിയിരുന്നില്ലേ നമ്മൾ. അപ്പൊ അതേപോലെ തന്നെ അതിൽ ഈ ഒരു ടേബിളിനകത്ത് ആംഗിൾ കംപ്രഷൻ ഡ്യൂ ടു ബെൻഡിങ് ബോത്ത് ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഈ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബീം ഡിസൈനിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷന് വേണ്ടി ഉപയോഗിച്ച ടേബിൾ ആണ്. ഈ ഒരു പോർഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ B/Tയും D/TU ആണ് എടുക്കേണ്ടത്. അപ്പോ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, നമ്മുടെ ആ ഒരു പാരലൽ ടു റൂഫ് ട്രസ് പാരലൽ ടു ഷീറ്റിംഗ് വരുന്ന ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിന്റെ വിഡ്ത്താണ് നമുക്ക് വേണ്ടത്. അതായത് ഷീറ്റിങ്ങിന് പാരലൽ ആയിട്ട് വരുന്ന, ഇങ്ങനെയാണ് ആംഗിൾ സെക്ഷൻ പർലിൻ ഇരിക്കുന്നുണ്ടാവുക ആ ഒരു ഷീറ്റിംഗ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ പെർപെൻഡിക്കുലർ ടു ഷീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെഗാണ്, അത് 90 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. പാരലൽ ടു ഷീറ്റിംഗ് 60 mm ആണ് കിട്ടിയത്. അപ്പൊ 60 ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ. B/T ചെയ്യുന്നു 60/6 ആണ്. ഈ 60 ആയിരുന്നു, അത് 60/6 ആയിരുന്നു തിക്നെസ്. അപ്പൊ നിങ്ങൾക്ക് 10 എന്നാണ് കിട്ടിയത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, 10 എന്ന് പറഞ്ഞാൽ ഈ ഒരു 9.4 എപ്സിലോണിന്റെയും 10.5 എപ്സിലോണിന്റെയും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോ അതെന്താണ്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് ഈ എപ്സിലോൺ 250/FY റേസ് ടു ഹാഫ്, അതിൽ FY 250 ആയിട്ട് എടുത്തു. അപ്പൊ എപ്സിലോൺ 1 ആയി. അപ്പോൾ അത് ഏത് സെക്ഷനാ, കോമ്പാക്ട് സെക്ഷനാണ് വന്നത്. ഇനി അടുത്തത് നോക്കുന്നു, D/T നോക്കുമ്പോൾ 90/6 ആണ്. ഈ ഒരു ലെഗിന്റെ ഡയമെൻഷൻ ആണ് 90. 60 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ്. ഇതാണ് 90. ഈ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ 90 ഇതാണ്. അപ്പോൾ അത് 15 എന്നാണ് വന്നത്. 15 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 15.7 എപ്സിലോൺ ഇവിടെ ഉണ്ട്. അതായത് 10.5 എപ്സിലോണിന്റെയും 15.7 എപ്സിലോണിന്റെയും ഇടയ്ക്ക്. അങ്ങനെ വരുമ്പോൾ അതെന്താണ്, സെമി കോമ്പാക്ട് സെക്ഷൻ ആണ്. അപ്പൊ രണ്ട് ലെഗും രണ്ട് ക്ലാസിഫിക്കേഷനാണ് വന്നത്, ഒന്ന് കോമ്പാക്റ്റും ഒന്ന് സെമി കോമ്പാക്റ്റും. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി പറയുന്നുണ്ട് ബോത്ത് ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെടുക്കണം, ഈ 15.7 എപ്സിലോൺ എന്നുള്ള ഈ ഒരു ഇത് എടുക്കണം, എന്നാലാണ് രണ്ടിലും അത് സാറ്റിസ്ഫൈ ആവുള്ളൂ അല്ലെ. 10 എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുത് തന്നെയാണ്.
15 എന്ന് പറഞ്ഞാൽ 5.7 ചെറുതാണ്. അപ്പൊ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത് സെമി കോമ്പാക്ട് സെക്ഷൻ എടുക്കുമ്പോഴാണ്. നമ്മൾ സെമി കോമ്പാക്ട് ആണ് സെക്ഷൻ എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് പേജ് 53 8.2.1.2 ബെൻഡിങ് സ്ട്രെങ്ത് ഇക്വേഷൻ MD = ബീറ്റാ ബി ZB FY by ഗാമ MO നമ്മൾ ലോ ഷിയർ ഒക്കെ അസ്യൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇക്വേഷൻ എടുത്തു. അതിൽ വേറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ബീറ്റാ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമി കോമ്പാക്ട് സെക്ഷൻസിന് കോഡ് പറയുന്നത് ZD/ZP ആണ് ബീറ്റാ ബി എന്നാണ്. അത് കോഡിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ബീറ്റാ ബിക്ക് പകരം നമ്മൾ ZD/ZP എന്ന് ഇട്ടു. ഇത് ബീറ്റാ ബിക്ക് പകരം ഇട്ടു. ബാക്കി എന്താ ഇക്വേഷനിലുള്ളത് ZP ആണ്. ZP ഇട്ടു. പിന്നെ ബാക്കിയുള്ളത് FY ഗാമ MO എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ രണ്ട് ZPകൾ വെട്ടിപ്പോവും. അപ്പൊ ഇക്വേഷൻ ZD/FY ഗാമ MO ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് ZD എന്നുള്ളത് സ്റ്റീൽ ടേബിൾസിൽ നിന്ന് ISA 90/60/6ന്റെ സ്റ്റീൽ ടേബിൾസ് നോക്കുക. ഇത്തവണ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്യുക. 11.5 × 10⁻³ mm³ ആണ്. അത് നമ്മൾ എടുത്തു. ഗാമ MO 1.1 ആണ്. ടേബിൾ 5 IS 800 പേജ് 30 അങ്ങനെ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതായിട്ട് ചുരുങ്ങി ബീറ്റാ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ അതിലേക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യീൽഡ് സ്ട്രെസ് 250 ആണ്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 2.875 kN ആണ് ബെൻഡിങ് സ്ട്രെങ്ത് ഈ ഒരു സെക്ഷന്റെ. നമ്മുടെ ബെൻഡിങ് മൊമെന്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ ബെൻഡിങ് മൊമെന്റ് എത്രയായിരുന്നു? നമ്മുടെ ലോഡ് വെച്ചിട്ട് കിട്ടിയ ബെൻഡിങ് മൊമെന്റ് 2.376 kN ആയിരുന്നു. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ബെൻഡിങ് സ്ട്രെങ്ത് 2.875 kN ആണ്. അപ്പൊ ഇതാണ് വലുത് അല്ലെ, 2.376നേക്കാളും. അപ്പൊ അതുകൊണ്ട് തന്നെ സേഫ് ആണ്. ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റിനേക്കാൾ കൂടുതൽ വരുന്നത് ഈ സെക്ഷന്റെ ബെൻഡിങ് സ്ട്രെങ്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് സേഫ്. സോറി, സെക്ഷൻ സേഫ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ അസംഷൻ ശരിയായിരുന്നു. നമ്മൾ എടുത്ത ട്രയൽ സെക്ഷൻ എന്താണ് ആപ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ ഒരു ആംഗിൾ പെർലിൻ ഇവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. സിംപ്ലിഫൈഡ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഇതോടുകൂടെ റൂഫ് ട്രസ്സസിന്റെ ക്ലാസ്സസ് അവസാനിക്കുകയാണ്. മോഡ്യൂൾ 4ന്റെ പാർട്ട് 1 അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.